ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മരിയാർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധി ഭയങ്കര കടുപ്പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനേതായാലും ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. പക്ഷേ അതെ പൈലി, നീയും കൂടി കൂട്ടു വേണം. നീ എൻ്റെ ബോഡി ഗാർഡാ. അവൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നീ അവനെ ശരിയാക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ ഏറ്റു ബോസ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം ബോസിന് വേണ്ടി. എനിക്കത് മതി, അവനിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാം. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയെ വിളിക്കാനുള്ള ആ തിടുക്കത്ത് സച്ചിയെ വിളിച്ചിട്ട് സച്ചി ഫോൺ എടുക്കുന്നില്ല. രേവതിക്കാണെങ്കിൽ ആകെ കാലിയും വേദന, ഈ സച്ചിയുടെ എവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ രേവതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അതേ സച്ചിയുടെ കാറ് വരുന്നത്. അപ്പോൾ സച്ചിയുടെ കാറ് വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സമാധാനമായി. ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സച്ചി കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. സച്ചിയുടെ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം വിളിക്കുന്നത്, സച്ചിയുടെ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. രേവതി എന്താ രേവതി? ഞാൻ സച്ചിയെ കാത്തിരിക്കുകയായിരുന്നു. ഓ, എനിക്ക് മനസ്സിലായി, എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ. അതാണ് നമ്മുടെ മനപ്പൊരുത്തം. നിന്നെ ഇപ്പോൾ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ നിനക്കും എന്നെ കാണാനുള്ള ആഗ്രഹം തോന്നിയല്ലോ, അതുകൊണ്ടാണല്ലോ നീ എന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഒന്ന് പോ സച്ചിയേട്ടാ. അതൊന്നും അല്ലെന്നേ സച്ചിയേട്ടാ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനോ? എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിക്കുകയാണ്. അതാ എന്താ വീണ്ടും അമ്മയുടെ പ്രശ്നം തുടങ്ങിയോ? അയ്യോ, അമ്മയല്ല പ്രശ്നം, ഇവിടെ നിങ്ങളുടെ ഏട്ടനാ പ്രശ്നം. അവിടെ നിങ്ങളുടെ ഏട്ടൻ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? എന്താ ഇപ്പം പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും അറിയില്ല എൻ്റെ സച്ചിയേട്ടാ. ഇവിടെ പറയുന്നത് സച്ചിയേട്ടൻ എന്തോ ഒരു കത്ത് കൊടുത്തുന്നോ? പണ്ടത്തെ പോലെ അങ്ങേർക്ക് ഏതൊക്കെയോ കത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. പക്ഷെ അതെല്ലാം കൊടുത്തത് സച്ചിയേട്ടനാണെന്നാ പറയുന്നത്. ഞാൻ കൊടുത്തുന്നോ? അതേന്നേ, സച്ചിയേട്ടൻ ആ ലെറ്ററെല്ലാം സച്ചിയേട്ടൻ്റെ ചേട്ടന് കൊടുത്തുന്നാ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വലിയൊരു പ്രശ്നത്തിരിക്കുകയാണ്. അത് കൊള്ളാലോ. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ കുറ്റം ഏൽക്കണോ അല്ലേ? ഇതങ്ങനെ വെറുതെ പറ്റില്ല സച്ചിയേട്ടാ. വേണ്ട സച്ചിയേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് കേക്ക്. സൗമ്യമായിട്ട് ഇതെന്താ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് സച്ചിയേട്ടെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നീ വിട് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കൈയും തട്ടി തെറിപ്പിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എടാ സുധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താടാ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സുധിയെ തല്ലാനായിട്ട് പോവാണ്. സുധിയാണെങ്കിൽ പേടിച്ച് അമ്മയുടെ പുറകെ ഒളിക്കുന്നു, നമ്മുടെ രവിയുടെ പുറകെ ഒളിക്കുന്നു. അങ്ങനെ ശ്രുതി മാറി ഒളിക്കുകയാണ്. എന്നെ വെറുതെ വിടണേ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ പോയി ഒളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ തൊട്ടു പോകരുത് എന്നൊക്കെ ശ്രുതി പറയുക. പൗഡർ ഏട്ടത്തി ഇല്ല, മാറില്ല. എൻ്റെ ശ്രുതിയെ നീ തൊട്ടു പോകരുത്. അത്രയ്ക്കായോ? നിൽക്കണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയെ പിടിക്കുകയാണ്. ശ്രുതിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴേ ശ്രുതി സച്ചിയുടെ കൈയും തറിപ്പിച്ചിട്ട് നേരെ സ്റ്റെയർ കേസിലേക്ക് ഓടുന്നു. സ്റ്റെയർ കേസ് താഴത്തേക്ക്, നേരെ സ്റ്റെയർ കേസിലേക്ക് കുറേ ഇടിയും കൊണ്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് ശ്രുതി. നീ എന്താടാ പറഞ്ഞത്? ഞാനാണ് നിനക്ക് ഉമ്മ ലെറ്റർ എഴുതിയെന്നോ? അനാവശ്യം പറയാൻ നിൽക്കരുത്, അനാവശ്യം. നീ തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നീ തോന്നിയ ദിവസം പറയാൻ നിൽക്കരുത്. നീ തന്നെയാണ് എനിക്ക് ഉമ്മക്കത്ത് എഴുതിയത്. എനിക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. എൻ്റെ ഒരു തെളിവുണ്ടാ എന്നൊക്കെ പറയണേ. എവിടെയാണ് നിന്റെ തെളിവ്? നീ അനാവശ്യം വന്നു. അവനെ കുറേ അടിക്കുകയാണ്. അപ്പോഴേക്കും രവിയാണെങ്കിൽ സച്ചി നീ എന്താണ് കാണിക്കുന്നത്? അച്ഛാ, ഇവൻ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അച്ഛാ. പക്ഷേ പൈലി ആണെങ്കിൽ അവിടെ നോക്കൂത്തിനെ പോലെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുക, ഒരു പ്രതികരണം ഇല്ലാതെ. അങ്ങനെ സച്ചി കയറി ശ്രുതിയുടെ കഴുത്തി കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും പൈലി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ പൈലി നോക്കുന്നുണ്ടോ? പൈലി അന്തം വിട്ട കുന്തം പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അവൻ്റെ കൈയൊക്കെ തെറിപ്പിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. പൈലിയുടെ പിന്നാലെ പോയി നിൽക്കുക. പൈലി, എന്നെ ഇത്രയും ഇട്ട് അവൻ അടിച്ചു, എന്നിട്ട് നീ ഒരു അക്ഷരം പോലും ചോദിക്കാൻ നിൽക്കുകയാണല്ലോ. അടിക്കടാ ബോസ്. ഇത് നിങ്ങളുടെ ഫാമിലി മാറ്ററാണ് ബോസ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇടപെടും. പക്ഷേ ഇത് ഫാമിലി പ്രശ്നമായതുകൊണ്ട് ബോസ് പറയാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ബോസ് എന്നോട് പറഞ്ഞപ്പോഴേക്ക് ഞാൻ നിനക്ക് ഉത്തരവ് തന്നിരിക്കുന്നു, അവനെ അടിച്ച് നിരപ്പാക്കടാ എന്ന് പറയാം. അപ്പം സച്ചിയാണെങ്കിൽ പൈലിയെ തന്നെ ഇങ്ങനെ നോക്കാം.
അപ്പോൾ ശരി ബോസ്, ഇനി ബോസിൻ്റെ ദേഹത്ത് ഇവൻ കൈ തൊടില്ല ബോസ് എന്നിങ്ങനെ പറയാൻ. തീർന്നടാ, നിന്റെ കാര്യം ഇന്നത്തോടെ കാലി ആയടാ സച്ചി. എന്നെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിലേ ഇവൻ നിന്നെ ശരിയാക്കും. ഇവന് 20 മുട്ടയും 2 ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ നന്ദി അവൻ കാണിക്കോടാ. എൻ്റെ ബോഡി ഗാർഡാണ് ഇവൻ. അപ്പോഴേക്കും രേവതിക്കാണെങ്കിൽ പേടിച്ചിട്ട് രക്ഷയില്ല. രേവതിയാണെങ്കിൽ അയ്യോ സച്ചിയേട്ടാ, വേണ്ട സച്ചിയേട്ടാ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, എനിക്ക് പേടിയാവുന്നു സച്ചിയേട്ടാ, വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം. സച്ചിക്കിട്ട് 2 അടി കിട്ടും, ഇടികൊണ്ട് അവൻ പറക്കും എന്നാണ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലിരിപ്പ്. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക, പൈലിയും അതേപോലെ തന്നെ. അപ്പോൾ സച്ചി ആണെങ്കിൽ എടാ നീ അനാവശ്യം പറഞ്ഞു നിൽക്കരുത്. ഞാൻ അനാവശ്യം അല്ലടാ സച്ചി പറഞ്ഞത്, നീ തന്നെയാണ് ആ ലെറ്റർ നീ തന്നെയാണ് കൊടുത്തു വിട്ടത്. എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അടിക്കാനായിട്ട് കൈ ഉയർത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ പൈലി വന്ന് സച്ചിയുടെ ഷർട്ടിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. അനങ്ങിപ്പോകരുത് നീ, എൻ്റെ ബോസിനെ നീ കൈ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കില്ല, നിന്നെ ഞാൻ പറപ്പിക്കും എന്ന് സച്ചിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പൈലി പറയാ. സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സച്ചിയുടെ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ്. അപ്പോഴേക്ക് രവിക്ക് പേടിയായി. രവിയാണെങ്കിൽ വേണ്ട സച്ചി, എടാ ഒന്നും നിർത്തടാ, വേണ്ടടാ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയാം. ചന്ദ്രയ്ക്ക് ഇതുകൊണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ തന്നെ വലിയൊരു അടി നടക്കുമെന്ന് തന്നെയാണ് ചന്ദ്ര മനസ്സിൽ. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എടുക്കടാ, നീ കൈ എടുക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിലോ കൈ എടുക്കില്ല. അപ്പോഴേക്കും സുധിയാണെങ്കിൽ നീ ഇങ്ങനെ ചുമ്മാ ഡയലോഗ് അടിച്ച് നിൽക്കാതെ അവനെ തൂക്കിയെടുത്ത് വെളിയിലിടറാ പൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ പൈലി വീണ്ടും ഷർട്ടിനെ കുത്തി പിടിച്ച് നിൽക്കാം. നിന്നോട് ഷർട്ട് വിടാനല്ലേ പറഞ്ഞത്? ഇല്ലടാ, ഞാൻ വിടില്ല. എൻ്റെ ബോസിനെ നേരെ നീ കൈ ഉയർത്തില്ലടാ. അപ്പം സച്ചിക്ക് കാലി വന്ന് നീ അത്രയ്ക്കായെന്നും പറഞ്ഞുകൊണ്ട് സച്ചി തൻ്റെ മുട്ടുമടക്കിയിട്ട് കഴുത്തിനിട്ടൊരു കുത്തു കൊടുക്കുകയാണ് ഈ പൈലിയുടെ. ആ കുത്തോടു കൂടി തന്നെ പൈലി ആ സ്റ്റാച്ചു പോലെ അങ്ങനെ നിന്നുപോയി, കണ്ണ് മേലോട്ടായിപ്പോയി. അങ്ങനെ പൈലി അങ്ങനെ തന്നെ നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ എടാ പൈലി, എടാ എന്താണിത്, എടാ പൈലി അടിക്കട അവനെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൈലി അപ്പോഴേക്കും ബോധം കെട്ടത് കിടക്കുന്നു താഴെ. പൈലിയുടെ ആ ഒരു കിടത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. രേവതി കിടന്നിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ സച്ചിക്ക് അപ്പോഴും ചിരിയൊന്നും വരുന്നില്ല. നമ്മുടെ രവിയും ആകെ ഇങ്ങനെ ചിരിച്ച് മലക്കം മറിയാണ്. അപ്പോൾ തന്നെ ഈ ചന്ദ്രയുടെ മുഖഭാവമൊക്കെ ആകെ മാറി. എടാ പൈലി നീ എന്താണിത്, എടാ എണീക്കടാ, നീ ഉറങ്ങുവാണാടാ. അങ്ങനെ എല്ലാവരും വന്ന് പൈലിയെ ഇങ്ങനെ നോക്കുകയാണ്. അയ്യേ ഇതെന്ത് പറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ എടാ എണീക്കടാ പൈലി. അപ്പോൾ പൈലി അപ്പോഴേക്കും കണ്ണു തുറന്നു. അതെ പൈലി കണ്ണ് തുറന്നടാ, നിന്റെ കാര്യം കാട്ട പോകുകയായി. അങ്ങനെ എടാ പൈലി എണീറ്റ് അവനെ അടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പൈലി അങ്ങനെ എണീറ്റ് കുത്തിയിരുന്നിട്ട് ഒറ്റ കരച്ചിൽ, കുഞ്ഞിപ്പിള്ളേര് കരയുന്ന പോലെയാണ് പൈലി അവിടെ കരഞ്ഞത്. അപ്പോൾ പൈലിയുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ബോസ് ഇവൻ എന്നെ തല്ലി ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈലി കിടന്ന് കരയാണ്. അയ്യേടാ നീ എന്താണ് ഇങ്ങനെ? അപ്പോൾ രവിയാണെങ്കിൽ ചിരിച്ചോണ്ട് പറയണം, അയ്യേ ഇവനെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ സുധിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ എണീക്കടാ, അവിടെ നിന്നോട് എണീക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ചാടി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബോസ് ഇവനെന്നെ തല്ലി ബോസ്. എടാ മിണ്ടി പോകരുത്, എൻ്റെ ദൈവം, എൻ്റെ 20 മുട്ടയും 2 ചിക്കനും ഒക്കെ പോയല്ലോ, കരിമീൻ പൊരിച്ച് എല്ലാം നിനക്ക് ഞാൻ തന്നല്ലേടാ, എന്നിട്ട് നീ ഇങ്ങനെയാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വർഷയും ശ്രീകാന്തും ഒക്കെ ഭയങ്കര ചിരിയാണ്. ഇനി മേലെ നിന്നെ കണ്ടുപോരുത് ബോസ്, നാളെ ഞാൻ എപ്പോഴാ ബോസ് വരേണ്ടത്? അപ്പോൾ അതും കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചിരി ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല, ഭയങ്കര ചിരിയാ. ഇനി മേലാല് എൻ്റെ ഷോറൂമിൻ്റെ മുന്നിൽ പോലെ നിന്നെ കണ്ടുപോകരുത്, ഇറങ്ങി പൊയ്ക്കോണം, ഓർഡറാ ബോസ്. അത് പിന്നെ ബോസ് ബോസ് എന്നെ ഒന്ന് ജോലിക്കെടുക്കണം ബോസ്, ഞാൻ വരാം ബോസ്, മിണ്ടി പോകരുത്, കടക്കട പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പൈലിയെ പുറത്താക്കുന്ന സമയത്ത് ബോസ് നിന്റെ തൊപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ചോടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക, ഇനി സച്ചിയുടെ കയ്യിൽ നിന്ന് അടിയിൽ നിന്നും കിട്ടുമെന്ന്. അങ്ങനെ സുധി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിർന്ന. എടാ സുധി നീ അവിടെ നിന്നേ, എന്താടാ? എടാ നീ എന്നോട് പറഞ്ഞു ആ ഊമക്കത്ത് എഴുതിയത് മുഴുവനും ഞാനാണെന്ന്. ഞാനാണോടാ എന്ന് ചോദിച്ചപ്പോൾ നീ തന്നെയാണ്. വീണ്ടും അവൻ പറയുന്നത് എന്താണ് പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ്.
നീ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ സമാധാനപരമായിട്ട് പോയാൽ മതി. നമുക്ക് വാക്കാലെ തീർക്കാം, അല്ലാതെ വേറൊന്നും വേണ്ട. എടാ നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എടാ എന്നെ വളർത്തിയതേ ഈ അമ്മയല്ല, അച്ചമ്മയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതി കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ വരട്ടെ സച്ചിയേട്ടാ, മറുപടി കൊടുക്ക് സച്ചിയേട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീണ്ടും തല്ലു പിടിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് രവി വന്ന് ഇടപെടുകയാണ്. എടാ സച്ചി, എന്താണ് ചെയ്യുന്നത്? ഈ എൻ്റെ മുന്നിലാണോ നിങ്ങൾ കിടന്ന് തല്ലുകൂടുന്നത്? ഞാനിവിടെ ഉള്ളെന്നുള്ളൊരു ചിന്ത പോലും നിനക്കൊക്കെ ഇല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അച്ഛാ പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ വെറുതെ ശിക്ഷ അനുഭവിക്കണം അച്ഛാ. എനിക്ക് ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരിശ്യം വന്നിട്ട് രക്ഷയുണ്ടാവില്ല അച്ഛാ. അതുകൊണ്ടാ. എടാ സുധി, എന്താ നിന്റെ പ്രശ്നം? സച്ചി ആ ലെറ്റർ നിനക്ക് അയച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അച്ഛ ഇവൻ തന്നെ അച്ഛ അയച്ചത്, അതിന് തെളിവുണ്ട് അച്ഛ. വേണമെങ്കിൽ ശ്രുതിയോട് ചോദിച്ചു നോക്ക്. ശ്രുതി, എന്തായി കേൾക്കുന്നത്? എന്താ സംഭവം? അത് പിന്നെ അങ്ങളെ, അത് ഞങ്ങൾ അമ്പലത്തിൽ ഇപ്പോൾ അങ്ങനെ സ്വാമിയാരുടെ കഥ പറയുകയാണ്. ശ്രുതിയുടെ ഫോട്ടോ സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ തന്നെയാണ് ആ ഊമക്കത്ത് തന്നത് എന്ന രീതിയിൽ അവിടെ പറയുക. ഇതെല്ലാം കേട്ട് എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുക. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതെ, അവൻ്റെ കയ്യിൽ ഞാൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇവൻ തന്നെയാണ് ആ ഊമക്കത്ത് എഴുതിയെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അപ്പോൾ ശ്രുതി ഇതെല്ലാം പറയാണ്. അങ്കിൾ ഇതൊക്കെയാണ് അങ്കിളെ നടന്നതെന്നൊക്കെ പറയാ. അതെങ്ങനെ ആ സൗമ്യരെന്താ ഇവനെ തന്നെ പറയാനുള്ള കാരണം? ഇപ്പം രേവതിയാണെങ്കിൽ, സച്ചേട്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സച്ചേട്ടാ. ഏതായാലും സച്ചേട്ടനല്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്വാമിയാരുടെ മുന്നിൽ സച്ചേട്ടൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞത് സച്ചേട്ടൻ തന്നെയാണ് ഈ ഊമക്കത്ത് എഴുതിയെന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇതിൽ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് അത് ഈ സ്വാമിയാർ തന്നെയാണ്. സച്ചേട്ടനെ കൊടുക്കാനും അല്ലെങ്കിൽ സുധിയെ ഈ സച്ചേട്ടൻ്റെ ചേട്ടനെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. രേവതി പറയുന്നതിലോട് ഞാൻ യോജിക്കുന്നു. രേവതി പറയുന്നതിലും സത്യമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും എടാ സുധി, നിന്നെ പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം എന്നോട് നേരിട്ട് വന്ന് ചോദിക്കണ്ടേ? ഞാൻ അവനെ കണ്ടിട്ട് പോലില്ല, വേഷം മാറി വന്നിരിക്കുകയാണെങ്കിലോ എന്നൊക്കെ സച്ചി പറയാണ്. പക്ഷേ നീ പറഞ്ഞത് സത്യം തന്നെയാ. അങ്ങനെയാണെങ്കിൽ നിന്നോട് പൈസ ആദ്യം നേരിട്ട് വന്ന് ചോദിക്കണം. അപ്പോൾ വേറെ ആരോ ആണ് ലക്ഷ്യം. വേറെ ആര് ലക്ഷ്യം? നീയോ നിന്റെ കൂടെയുള്ളവരാരെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതായാലും അവനെ കണ്ടെത്തണമല്ലോ. അവന് പൈസയല്ല ലക്ഷ്യം, വേറെ എന്തൊക്കെയാ ലക്ഷ്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.